പുതിയ വസ്ത്രം ധരിച്ചാൽ പുറത്ത് നല്ല അട്രാക്ഷൻ കിട്ടും, മാനം കിട്ടും. പുതിയ വീഞ്ഞു കുടിച്ചാൽ ഹൃദയത്തിന് സന്തോഷം കിട്ടും. പുറത്തും അകത്തും ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ നിങ്ങളുടെ പുറത്തും മാനം കിട്ടും, അകത്ത് സന്തോഷം കിട്ടും. രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും. അതാണ് പുതിയ വസ്ത്രവും പുതിയ വീഞ്ഞും. ഇനി പഴയ വസ്ത്രത്തിൽ പുതിയത് ചേർത്ത് തിന്നുന്ന ഏർപ്പാട് ചെയ്താലോ? രാഷ്ട്രീയക്കാരൊക്കെ യേശുവിൻ്റെ വചനം കോട്ട് ചെയ്ത് പ്രസംഗിക്കാറുണ്ട്, മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഫലമൊന്നുമില്ല. പ്രസംഗം നന്നാക്കാമെന്നല്ലാതെ യേശുവിനെ അല്ലെങ്കിൽ ദൈവപുത്രൻ്റെ, ദൈവത്തിൻ്റെ, സ്വർഗത്തിൻ്റെ മാനം, തേജസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പുതിയ തുണി കൊണ്ട് പുതിയ ഉടുപ്പ് തയ്ച്ചിടണം. യേശുവിനെ ധരിക്കണം. അല്ലെങ്കിൽ ഒരു കഷ്ണം വചനം മാത്രം എടുത്തു. യേശുവിൻ്റെ വചനം പറയുന്നു, നിങ്ങളോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക. ഒരാൾ നിങ്ങളോട് കടം ചോദിച്ചു, നിങ്ങൾ കൊടുത്തു, അയാൾ തിരിച്ചു തന്നില്ല, നിങ്ങൾക്ക് ടെൻഷനാകും, പിണക്കമാകും, ഉള്ള ബന്ധം കൂടെ പോകും. ഇതുപോലെ തന്നെയാണ് രഹസ്യ ജീവിതത്തിലും അകത്തെ മനുഷ്യനിലും. നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു യേശുവിൻ്റെ വചനം കൊണ്ട്, നിങ്ങൾക്ക് സാധിക്കുകയില്ല. ചിലപ്പോൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകാം. അതിന് യേശു പറയുന്നു, നിങ്ങൾ വീണ്ടും ജനിക്കണം, ബോൺ അഗെയിൻ ആകണം, പഴയ തുരുത്തി മാറണം, പുതിയ തുരുത്തിയാകണം. അപ്പോൾ അവൻ പരിശുദ്ധാത്മാവിനെ പകരും. നിങ്ങൾ അകത്തും ശോഭിക്കും, പുറത്തും ശോഭിക്കും. രഹസ്യ ജീവിതത്തിലും നിങ്ങൾ ദൈവത്തെ വെളിപ്പെടുത്തും, പരസ്യ ജീവിതത്തിലും ദൈവത്തെ വെളിപ്പെടുത്തും. നിങ്ങൾ ഉപ്പാകും, നിങ്ങൾ വെളിച്ചമാകും.